എങ്ങനെയുണ്ട് ഇപ്പൊ ലൈഫൊക്കെ? ലൈഫ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നിലത്ത് നിൽക്കണ്ടേ? എപ്പോഴും ഫ്ലൈയിങ് ആ, ഫ്ലൈയിങ് ഓർ ഫ്ലൈയിങ്, ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്? നമ്മള് സമൂഹത്തോട് ഇടപെടുമ്പോൾ ഇപ്പോൾ പലരും ശ്രദ്ധിക്കാറുണ്ട്. ഈവനിങ് വാക്കും മോർണിംഗ് വാക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ കുറെ പേര് ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് അടിക്കാനൊക്കെ വരുന്നുണ്ട്. അതൊരു പുതുമയായിട്ട് തോന്നുന്നുണ്ട്. ബന്ധുക്കളോടാണെങ്കിൽ നമ്മൾ വർത്താനം പറഞ്ഞ് അവരെ തോപ്പിക്കാറുണ്ട്, കാര്യം പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. നമ്മളെ മാനസികമായിട്ട് തളർത്താനും ഭ്രാന്തനാക്കാനും പലരും നോക്കാൻ ശ്രമിക്കും. അവന്റെ ഒരു സ്ക്രൂ എവിടെയൊന്ന് ഇളകിയിട്ടുണ്ട്. ഒന്നല്ല, ചില നേരം ഒന്നിൽ കൂടുതൽ ഇളകിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇയാളുടെ മനസ്സിൽ കിടക്കണമെന്ന് പറയുമ്പോ സിനിമയാണ്. രണ്ടാമത്തെ മനസ്സിലേക്ക് തെട്ടെന്ന് വന്നിട്ട് ബിഗ് ബോസാ. ഈ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ഇയാളുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം. പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് പർപ്പസ് 100 ക്ലബിലെത്തി. ഇപ്പൊ ഇറങ്ങണം. മേലാലി ഭാഗത്ത് കണ്ടുപോരുത്. നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ച് അടിക്കാണ് വേണ്ടത്. ഇപ്പൊ തിയേറ്ററില് സ്റ്റാർ മൂല്യമുള്ള പടങ്ങളെ മാത്രമേ ഓടുകയുള്ളൂ. കഥയാണ് സിനിമയുടെ ഒരു തന്തു എന്ന് പറയുമ്പോൾ. കഥ നന്നായ സിനിമ വിജയിക്കും. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോൻ. ട്രോളുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അല്ല തോന്നിയിട്ടില്ലേ ഇതൊക്കെ നിർത്തണമെന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്നാലും ജോലി ചെയ്താനുള്ള ഒരു താല്പര്യം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവന് പണ്ടേ ഒരു ജോലിയും വീട്ടിൽ ചെയ്യത്തില്ല. രാവിലെ എഴുന്നേക്കും, നല്ല ടിപ്പായിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് നടക്കും, നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതി. 2.25 മീറ്റർ പിന്നിട്ടിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന വാഴക്കുല വീട്ടുകാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തുകയാണ്. എടാ, ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയിട്ട് 4 തെങ്ങിന് തറയെടുത്തൂടെ? ഇപ്പൊ എന്നെ വിളിച്ചതാ, ഈ കഴിഞ്ഞ ദിവസം വിളിച്ചതാ വേറൊരു ഷോർട്ട് ഫിലിമിലേക്ക്. അപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ അയാളുടെ മനസ്സിൽ കുറെ കഥകളൊക്കെ കിടപ്പുണ്ട്. ഇനിയും വരുമായിരിക്കും ഷോർട്ട് ഫിലിം. വേറെ രീതിയിൽ ഇവനെ വെച്ചുകൊണ്ട് തന്നെ വേറെ ആളെ കൂടി വെച്ചു ഇനിയും വരുമായിരിക്കും എന്ന് വിശ്വസിക്കും. അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. അത് പറഞ്ഞത് നമ്മൾക്ക് ഇതിലൂടെ ബെനിഫിറ്റ് കിട്ടുന്നില്ല, പ്രോഫിറ്റ് കിട്ടുന്നില്ല. വ്യൂസും പ്രശസ്തി എന്ന് പറഞ്ഞ ആളുകൾ അറിയും എന്ന സംഭവങ്ങളിൽ എത്തുന്നുണ്ട്. വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്നാണ് വിചാരം. വള്ളി കളസ ഉടുപ്പിച്ച നഴ്സറി സ്കൂളിൽ ചേർക്കാം. ഇതിലൂടെ വരുമാനങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത് കണ്ടിട്ടുള്ള സർക്കാർ ഇതിൽ അവാർഡ് തന്നെ കോമിക് അവാർഡ്. ഇതുവരെ ഒരു അംഗീകാരവും എന്നെ തേടി എത്തിയിട്ടില്ല. വളരെ ചെറിയൊരു അവാർഡെങ്കിലും കിട്ടിയാൽ ഞാൻ ധന്യനായി. ഒരു സ്റ്റാർ 25 അത് തന്നെ സ്റ്റാറിനെ പോലെ ഇപ്പൊ സിനിമ നടന്മാരൊക്കെ വഴി കൂടെ ഇല്ലേ, ഇവൻ വലിയ സിനിമ അഭിനയിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഇവനെ കാണുമ്പോ ഓടി വരിക, എന്ത് പ്രഹസനമാണ് സജി. ബൈക്ക് നിർത്തുക, ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കുക. അത് അവര് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ പോട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. സ്വന്തമായിട്ട് എന്തെങ്കിലും കച്ചവടം ഇടാൻ താല്പര്യം സ്വന്തമായിട്ട് ഒരു ഇതുപോലത്തെ ഒരു സ്പേസ് ഇരുന്ന ഇരിക്കുക. എന്നാലും പണിയെടുക്കൂല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.